മെയിൻ ആയിട്ട് ഇപ്പൊ തരംഗം പോലെ ഇപ്പം ബിഗ് ബോസിൽ കയറിയ ശേഷം വന്നോണ്ടിങ്ങനെ റീൽസിന് വന്നോണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ട്രാൻസ്ഫോർമേഷൻ അർജുന്റെ. അപ്പം ആ ട്രാൻസ്ഫോർമേഷനിൽ ചേട്ടൻ ഒരു ഭാഗമായിരുന്നോ? ഇവിടെ വന്നതിന് മുമ്പായിരുന്നു അത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് അവൻ കുറച്ചുകൂടി ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയതും മറ്റുള്ളവർ കാണാൻ തുടങ്ങിയതും അപ്പോഴാണ്. ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ അവൻ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ ആയതിനു ശേഷമാണ് ചേട്ടന്റെ ജിമ്മിലോട്ട്. അത് കഴിഞ്ഞിട്ട് ചേട്ടന് കാണിച്ചു തന്നെ എങ്ങനെയായിരുന്നു ഞാൻ പണ്ട്. അപ്പൊ ഞെട്ടിയാ? അപ്പം ആദ്യ സമയത്ത് അവന്റെ ഈ അസുഖത്തെ കുറിച്ചൊന്നും ആർക്കും അറിയില്ല. ആദ്യ സമയത്ത് ഇവന് അപ്പർ ബോഡി കുറവായതുകൊണ്ട് ഞാൻ എപ്പോഴും അവനോട് വരുടെ വെയിറ്റ് കൂട്ടുന്നത്. അപ്പൊ അപ്പർ ബോഡി വീക്കാണ്. അപ്പൊ ഒരു ദിവസം എന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ഷോൾഡർ ഇറങ്ങിപ്പോകും, അതുകൊണ്ട് എനിക്ക് വെയിറ്റ് ഒരുപാട് ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് അവൻ എന്റെ അടുത്ത് പറഞ്ഞത് ഇന്നുപോലെ എനിക്കൊരു ഇതുണ്ട്, അസുഖമുണ്ട്, എന്നാന്ന് പറഞ്ഞു തന്നത്. അതിൽ പിന്നെ ഞാൻ അത് ചെയ്യാറില്ല. പിന്നെ ലൈറ്റ് വെയിറ്റിൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ അവൻ അങ്ങനെ ചെയ്ത്. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ജിമ്മിൽ വെച്ചിട്ട് അവനൊരു കുറെ നാള് ഷൂട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഷൂട്ടൊന്നും ഇല്ലായിരുന്ന സമയത്ത് ഒരു വലിയ ഷൂട്ട് കിട്ടി. അപ്പൊ ആ ഷൂട്ടിന് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഞങ്ങൾക്ക് കുറെ ഡ്രീംസ് ഉണ്ടായിരുന്നു. അവിടെ പോകണം, ഇവിടെ പോകണം. ട്രാവലിംഗ് മൈൻഡ് എനിക്കാണല്ലോ അവനാണല്ലോ ഭയങ്കര ട്രാവലിംഗ് മൈൻഡ് ആണ്. അതുപോലെ ശിവൻ ഭയങ്കര ഫേവറേറ്റ് ആണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പം അങ്ങനെ കുറെ ശിവക്ഷേത്രം പോകണം, അങ്ങനെ കുറെ പ്ലാൻ ഉണ്ടായിരുന്നു. പ്ലാനിങ് ഒക്കെ സംസാരിച്ച് ഞങ്ങൾ ഇരുന്ന സമയത്ത് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ ഫ്രണ്ടും കൂടി, ഞങ്ങൾക്ക് വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ട്, ആ ടോം എന്ന് പറഞ്ഞത്. അപ്പൊ അവനും ഇവനും കൂടി വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങിയ സമയത്ത് കാല് സ്ലിപ്പായി ബാക്കോട്ട് പോയി ഗ്ലാസ്സിൽ ചെന്ന് കയറി ഇവിടെ കീറിപ്പോയായിരുന്നു. അപ്പൊ അവനോടെ മസിൽ കുറവായതുകൊണ്ട് പെട്ടെന്ന് അതങ്ങ് നല്ല ഇഞ്ചുറി ആയി. 52 സ്റ്റിച്ചോളം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു ജിമ്മിൽ വെച്ചിട്ട്. അങ്ങനെ ആ ഷൂട്ട് പോയി. ഓ, അപ്പൊ അത് ഭയങ്കര വിഷമായിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷയാണ് ആ ഷൂട്ട് കഴിഞ്ഞ് വന്ന് ഇന്ന സ്ഥലത്ത് പോകണം എന്നൊക്കെ. പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ ഒരു മാസത്തോളം റെസ്റ്റിലായിരുന്നു. അപ്പൊ ഇപ്പോഴും അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് എന്തെങ്കിലും? മീൻസ് ആ ഒരു സൈഡ് ഓൾറെഡി പാരലൈസ് ആയി എന്നൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ ആളതിനെ ഓവർകം ചെയ്യുന്നുണ്ട്, വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യത്തിലും ഉണ്ട്. പക്ഷെ എങ്കിലും ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെന്നേ ഉള്ളു. അല്ലാണ്ട് അതിനെ വെച്ചിട്ടുള്ള ഇതൊന്നുമില്ല ആൾക്ക്. അതിന്റെ കാരണം നമ്മളൊരു എപ്പിസോഡിൽ പറഞ്ഞ കേട്ടേ ഗ്രിപ്പ് കിട്ടുന്നില്ല. അത് ചില സമയത്ത് ഗ്രിപ്പ് കിട്ടില്ല അവന്. അത് ഒരു മെഡിക്കൽ കണ്ടീഷൻ, ഹിറാമയ എന്നുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ ആണ്. അപ്പൊ അതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ആ ഒരു കണ്ടീഷനിൽ നമ്മുടെ കുറച്ച് അപ്പർ ബോഡി സ്വാധീനം കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ടുള്ള കുറച്ച്, പക്ഷെ അത് ആർക്കും അറിയില്ല. അപ്പോൾ അതിനെ പറ്റി ആരോടും പറയില്ല. ഞാൻ തന്നെ അടുത്താണ്, എന്നോട് തന്നെ ഇപ്പൊ അടുത്താണ് പോകുന്നതിന് മുമ്പ് അതിന്റെ സിമ്പതി അപ്പൂന് ആവശ്യമില്ല. കാരണം അത് അവന്റെ ഒരു കുറവായിട്ട് അവൻ കാണുന്നില്ല. അതില് ആ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി അവനത് വർക്ക് ചെയ്യാണ്, അതിൽ അവന്റെ ബോഡിയിൽ വർക്ക് ചെയ്യാണെന്നുള്ളത് അതൊരു ലിമിറ്റേഷൻ ആയിട്ട് കാണുന്നില്ല. അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കാറില്ല. ഇല്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അർജുന്റെ ഒരു മീൻസ് മൈൻഡിലുള്ള ഒരു ഗേൾ ഫ്രണ്ട് എങ്ങനെയുള്ള ഒരാളായിരിക്കണം എന്നാ? അർജുൻ ഭയങ്കര അഡ്ജസ്റ്റിംഗ് മെന്റാലിറ്റിയാണ്. അഡ്ജസ്റ്റിംഗ് എന്ന് പറയുന്നത് കോംപ്രമൈസ് അല്ല. അർജുൻ ഭയങ്കര അഡ്ജസ്റ്റിംഗ് ആണ്. ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഒരാൾക്ക് ഫുള്ളി അത് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ രണ്ടുപേരുടെ ഈക്വലി അതിലൊരു പാർട്ട്ണർഷിപ്പ് വേണമെന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ഭയങ്കരമായിട്ട് ഒരു സിറ്റുവേഷൻ വന്ന റിലേഷൻഷിപ്പ് ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും.